സിനിമകൾക്ക് അനുമതി നൽകാതെ കേന്ദ്ര സർക്കാർ. ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ, ബാറ്റിൽഷിപ്പ്, പൊട്ടംകിൽ ഉൾപ്പെടെയുള്ള വിശ്വവിഖ്യാത സിനിമകൾക്കും പ്രദർശന അനുമതി നിഷേധിച്ചു. 19 സിനിമകൾക്കാണ് കേന്ദ്ര സർക്കാർ പ്രദർശന അനുമതി നിഷേധിച്ചത്. സെൻസർ ചെയ്യാതെ എത്തുന്ന സിനിമകൾക്ക് സാധാരണ നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണ് കേന്ദ്രം നിഷേധിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഇടപെടൽ ഭയാനകമാണെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. അനുമതി നൽകാത്തവരെ ഭ്രാന്തന്മാർ എന്നേ വിളിക്കാൻ കഴിയുകയുള്ളൂ എന്നും MA ബേബി വ്യക്തമാക്കി. പ്രതികരണത്തിൽ ആധുനിക സിനിമയെക്കുറിച്ച് പ്രാഥമിക ധാരണയെങ്കിലും ഉള്ളവർക്ക് കേന്ദ്ര INB മന്ത്രാലയത്തിൻ്റെ ഈ പ്രവൃത്തി എത്രമാത്രം ഭ്രാന്തവും അതിക്ഷേപാർഹവുമാണ് എന്ന് വ്യക്തമാക്കാൻ ഒറ്റക്കാര്യം വെളിപ്പെട്ടാൽ മതി. സിനിമയെ ഗൗരവത്തോടുകൂടി സമീപിക്കുന്നവർ ഒരു പാഠപുസ്തകം പോലെ നോക്കുന്ന സിനിമയാണ് ഈ ബാറ്റിൽഷിപ്പ് പൊട്ടംകിൽ. അത് കാണിക്കാൻ പാടില്ലെന്നാണ് ഒരു കൂട്ടം ഭ്രാന്തന്മാർ. അങ്ങനെ തന്നെയാണ് ഞാൻ പറയുന്നത്. ആ തീരുമാനമെടുത്ത ഇന്ത്യയിലെ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കീഴിൽ പ്രവർത്തിക്കുന്ന INB മിനിസ്ട്രിയിലെ ആളുകൾ ആരാണോ ആ തീരുമാനമെടുത്തത്, ആർക്കു വേണ്ടിയാണോ ആ തീരുമാനമെടുത്തത്, അവരെ ഭ്രാന്തന്മാർ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത്, അവരെ യഥാർത്ഥത്തിൽ വിശേഷിപ്പിക്കേണ്ട വാക്ക് ഉപയോഗിക്കുന്നത് എൻ്റെ സംസ്കാരത്തിന് യോജിക്കാത്തതുകൊണ്ടാണ്. അനു VS വിവരങ്ങളുണ്ട്. അനു, ഇതിപ്പം എന്ത് പറഞ്ഞാണ് ഈ സിനിമകളുടെ പ്രദർശന അനുമതി നിഷേധിച്ചിരിക്കുന്നത്? രാജ്യാന്തര ചലച്ചിത്രമേളയിൽ 19 സിനിമകൾക്ക് പ്രദർശനം അനുമതി കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 19 സിനിമയിൽ അധികവും ഫലസ്തീൻ വിഷയം പ്രമേയമായിട്ട് വരുന്ന സിനിമകളാണ്. ആ സിനിമകൾക്കാണ് ഈ അനുമതി നൽകാത്തത്. സാധാരണ ഈ ഫിലിം ഫെസ്റ്റിവലിൽ വരുന്ന സിനിമകൾക്ക് ഈ സെൻസർഷിപ്പ് അല്ലെങ്കിൽ സെൻസറിംഗ് നടത്തുന്നതിന് മുമ്പുള്ള അതിന്റെ ഒറിജിനൽ പതിപ്പ് തന്നെയാണ്. അത് പ്രത്യേക അനുമതിയോടുകൂടിയാണ് അത് പ്രദർശിപ്പിക്കുന്നത്. പക്ഷേ ആ അനുമതി നൽകുന്നില്ല എന്നതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഫലസ്തീൻ വിഷയം പ്രതിപാദിക്കുന്ന സിനിമകൾ മാത്രമല്ല, ഇപ്പോൾ ചാർലി ചാപ്ലിന്റെ ഏറ്റവും വിശ്വവിഖ്യാത സിനിമയായ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്ററിന് പോലും അനുമതി നൽകുന്നില്ല. അതുകൂടാതെ തന്നെ ലോകത്തിലെ ഒരുപക്ഷെ നവതരംഗ സിനിമകളിലെ തന്നെ വിശദീകരണം എന്താണ്? എന്തുകൊണ്ടാണ് ഈ സിനിമ പ്രദർശിപ്പിക്കരുതെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് കൃത്യമായ വിശദീകരണം നൽകുന്നില്ല? ഈ അനുവിലേക്ക് മടങ്ങി